സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ്. മഴക്കെടുതിയിൽ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, അലേർട്ടുകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ 7 ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ വീണ്ടും 9 ആയിരിക്കുകയാണ്. പുതിയ അലേർട്ടുകൾ എങ്ങനെയാണ്? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ശ്രീജ, അലർട്ടുകൾ ഓരോ മണിക്കൂറുകളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള മഴ, കാലാവസ്ഥ അതിരൂക്ഷമായി തന്നെ തുടരുന്ന പശ്ചാത്തലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞത്താണുള്ളത്. വിഴിഞ്ഞത്ത് തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇവിടെ നിന്നും പോയ ഒരു ബോട്ടിലുണ്ടായിരുന്നത് 4-5 പേരാണ്. അവർ 4 പേർ മാത്രമേ മടങ്ങിയെത്തിയുള്ളൂ. ഒരാൾ ഈ കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിയുകയും തുടർന്ന് ആ കടലിൽ അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോയ 4 പേരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത്. 5 മണിക്കൂർ എപ്പോഴാണ് ഇവിടുന്ന് ശരിക്കും പോകുന്നത്? സാധാരണ 1 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഇന്നലെ ഞങ്ങൾ പോയത് 2 മണിയായി. ഇവിടുന്ന് 5 സ്റ്റാർട്ടാക്കിയപ്പോൾ 2 മണിയായി. അതുവരെ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാറ്റ് കോളുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ടില്ല. നമ്മളിന്ന് വലയിളക്കിന് ഒരു 5 മണിയോട് അന്തരീക്ഷം ഒന്ന് പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പ്ലാസ്റ്റിക് മൂടി അങ്ങനെ 5-ലുണ്ടായിരുന്നു 5 പേര്. 1 മണിയായി നല്ല ശക്തമായ കാറ്റ് മുകളിലായിട്ട് പുലർച്ചെ ഇല്ലല്ല, രാത്രി 1 മണിക്ക് വെള്ളം മറിഞ്ഞ് 5 പേര് വെള്ളത്തിലായി. 5 പേര് 5 ദിശയിൽ കിടന്ന് ഞങ്ങൾ 4 നീന്തി വെള്ളത്തിന് പിടിച്ച്. മറ്റൊരാൾ ഞങ്ങളെ കൈവിട്ട് ഇത്തിരി ദൂരം പോയി. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് മഴയും കാറ്റായതുകൊണ്ട് ഞങ്ങൾക്ക് ആ പുള്ളിനെ കാണാൻ പറ്റിയില്ല. സൗണ്ട് കേൾക്കുന്നു. ഞങ്ങളിവിടുന്ന് നീന്തി പോകാനായിട്ട് എന്തെങ്കിലും ഞങ്ങൾ 4 പേര് കയറിയിരുന്ന് ഒരു മണിയോടെ കയറിയിരുന്ന് 6:30 വരെ ഞങ്ങൾ മറിഞ്ഞ വെള്ളത്തിൻ്റെ പുറത്തായിരുന്നു. 5 മണിക്കൂർ മേളിൽ അതിന് മുകളിലായിരുന്നു ഞങ്ങൾ 4 പേര്. പിന്നെ നമ്മുടെ ഒരു 5 നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്നു വെള്ളം. അവർ വല പിടിച്ച് ഓടുന്ന സമയത്ത് ഞങ്ങളുടെ ദിശയിലായിരുന്നു വന്നത്. ഞങ്ങൾ വിളിയിട്ട് കാട്ടിയതിന് ശേഷം അവർ ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം അവിടെയൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് അന്വേഷിച്ച് പോയപ്പോൾ അവർ കുറേ ദൂരം പോയതിന് ശേഷം അങ്ങോട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ശക്തമായ കാറ്റ് കൊണ്ടുവന്ന് അവർ പറഞ്ഞ് തിരിച്ചു വന്നു. അയാൾ മിസ്സിംഗ് ആണ്. മറ്റേ 2 പേരല്ലേ ഇപ്പൊ നമ്മളിവിടെ കണ്ടല്ലാതെ ഇപ്പൊ തെരച്ചിലിന് പോയത്? ചേട്ടാ, നിങ്ങളാണ് ഇപ്പൊ തെരച്ചിലിന് പോയിട്ട് വന്നതാണോ? അവിടെ കാലാവസ്ഥ ഭയങ്കര മോശമാണോ? നമ്മുടെ ബോട്ട് ഓടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു അവരെ കൊണ്ട് ബോട്ട് ഓടിക്കാൻ പറ്റൂലെന്ന്. നിങ്ങളാണ് ആദ്യം തെരച്ചിലിന് പോയത്? ആദ്യം പോയിട്ട് വന്ന കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാലാവസ്ഥ വളരെ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഈ അലേർട്ടുകൾ കൊടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച കൂടി ഇവർ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇന്നലെ ഇവിടെ നിന്ന് 2 മണിക്ക് പോകുന്നു, അതിനുശേഷം 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അലേർട്ട് ലഭിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞത് അത് 4:30-യോടാണ് ഇത് പള്ളിയിൽ എന്തൊരു പറഞ്ഞൊന്ന് ഇത് ഇങ്ങനെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ 4:30-4:30-യോടെയാണ് നമ്മൾ പോയത്. 2-2:15-ഓടെയാണ് നമ്മൾ പോയത്. അത് ആ നിലയ്ക്കുള്ള വീഴ്ചകൾ കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വിഴിഞ്ഞത്ത് പറഞ്ഞതുപോലെ മത്സ്യബന്ധനത്തിന് പോയ ആളുകൾ എത്രയുണ്ട് എന്ന് സംബന്ധിച്ച കണക്കുകളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? അവർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം വൈകുന്നുണ്ട്. വലിയ തോതിൽ അതൊരു പ്രതിഷേധത്തിനിടയാക്കുന്നില്ലേ? മുതലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. രാവിലെ മുതൽ തന്നെ അവിടെ ശക്തമായ രീതിയിൽ പ്രതിഷേധം നമ്മൾ കണ്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഏതാണ്ട് 15 മണിക്കൂർ അടുത്താകുന്ന സമയത്തും ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനമായും അവർ ഈ പ്രതിഷേധക്കാർ അതായത് കടലിൽ പോയ തിരിച്ചു വരാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാണ് പ്രധാനമായും അത്തരത്തിലൊരു പ്രതിഷേധം അവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ തുറന്നു പറയുന്നു. ഒപ്പം ആ നിലയ്ക്ക് ഡീസലിന്റെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു, വെസലിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ പോകാൻ കഴിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെയും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് വൈകുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്
പ്രധാനമായും എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ നിലയ്ക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ രക്ഷാപ്രവർത്തന ബോട്ടുകൾ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന പശ്ചാത്തലമാണ്. എന്തായാലും ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അലേർട്ടുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാറി മറിയുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട്. നേരത്തെ 7 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിൽ ഇപ്പോൾ അത് 9 ജില്ലയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് ആ നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഏതാണ്ട് ഇപ്പോൾ പ്രവേശനം ഈ സന്ദർശകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏകോപനം എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി തന്നെയാണ് നിർവഹിക്കുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. കളക്ടർമാരുടെ യോഗം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ.